നമസ്കാരം. VBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലും വളർത്തുമൃഗങ്ങളെ തെരുവിൽ ഉപേക്ഷിക്കുന്നത് പതിവാകുന്നു. വിദേശ ഇനങ്ങൾ ഉൾപ്പെടെ അസുഖങ്ങൾ ബാധിച്ചതും പ്രായം ചെന്ന് അവശതയിലുള്ളതുമായ നായ്ക്കളെയും പൂച്ചകളെയുമാണ് ഉടമസ്ഥർ തെരുവിൽ തള്ളുന്നത്. വിവിധ രീതിയിൽ അധിക്ഷേപിച്ചെന്ന DCC ജനറൽ സെക്രട്ടറിയും കവളങ്ങാട് പഞ്ചായത്ത് അംഗവുമായ ദളിത് വനിതാ നേതാവിന്റെ പരാതിയിൽ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നെല്ലിമറ്റത്ത് മാർച്ചും ധർണയും നടത്തി. ധർണാ സമരം മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ആയുഷ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കരിങ്കുന്നത്ത് സൗജന്യ വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കരിങ്കുന്നം ലയൺസ് ക്ലബ്ബ് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തിയ ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് KK ഉദ്ഘാടനം ചെയ്തു. നാഗാർജുന റിക്രിയേഷൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം നടത്തി. ചടങ്ങുകൾ നാഗാർജുന എക്സിക്യൂട്ടീവ് ഡയറക്ടർ മൈക്കിൾ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങളോടുകൂടി ഓണാഘോഷം നടത്തി. മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പോൾസ് മാത്യു ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലും വളർത്തുമൃഗങ്ങളെ തെരുവിൽ ഉപേക്ഷിക്കുന്നത് പതിവാകുന്നു. വിദേശ ഇനങ്ങൾ ഉൾപ്പെടെ അസുഖങ്ങൾ ബാധിച്ചതും പ്രായം ചെന്ന് അവശതയിലുള്ളതുമായ നായ്ക്കളെയും പൂച്ചകളെയുമാണ് ഉടമസ്ഥർ തെരുവിൽ തള്ളുന്നത്. ഇത്തരത്തിൽ തെരുവിലെത്തുന്ന അക്രമകാരികളായ നായകൾ മറ്റു നാടൻ ഇനങ്ങളുമായി ഇണചേർന്നുണ്ടാകുന്ന നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ അക്രമകാരികളും അപകടകാരികളുമായി മാറുമെന്നതിൽ തർക്കമില്ല. ഒരു വിനോദമായിട്ടും കൗതുകമായിട്ടും ഇഷ്ടത്തോടെയും വീടുകളിൽ വളർത്തുന്ന മൃഗങ്ങൾ പ്രായം ചെന്നും അസുഖങ്ങളാലും അവശരാകുന്ന ഘട്ടത്തിലാണ് ഇവയെ ഉടമസ്ഥർ യാതൊരുവിധ മനസ്സാക്ഷിയുമില്ലാത്ത രാത്രിയുടെ മറവിൽ തെരുവിൽ ഉപേക്ഷിച്ചു കടന്നുകളയുന്നത്. വിദേശ ക്രോസ് ബ്രീഡ് ഇനങ്ങളായതുകൊണ്ട് തന്നെ കൃത്യമായ പരിചരണവും ചികിത്സയും ഇത്തരം വളർത്തുമൃഗങ്ങൾക്ക് ആവശ്യമാണ്. ഇത് നൽകാതെയാകുമ്പോഴോ മറ്റു ഗുരുതര അസുഖങ്ങൾ ബാധിക്കുമ്പോഴോ ഇവയെ പരിചരിക്കുക ഏറെ ബുദ്ധിമുട്ടുള്ളതും ചിലവേറിയ കാര്യവുമായി മാറും. ഈ സാഹചര്യത്തിൽ ഉടമസ്ഥർ കണ്ടെത്തുന്ന എളുപ്പവഴിയാണ് തെരുവിൽ ഇവയെ ഉപേക്ഷിക്കുക എന്നത്. എറണാകുളത്ത് നിന്ന് പോലും വളർത്തുമൃഗങ്ങളെ തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലും എത്തിച്ച് ഉപേക്ഷിച്ചു പോകാറുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. അത്രയ്ക്കും പ്രായാധിക്യം കൊണ്ടിട്ടും അസുഖബാധിതരുമാകുമ്പോൾ ഇതുങ്ങളെ ഉപേക്ഷിക്കപ്പെടുന്ന ഒരു പ്രവണതയാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ റെസ്ക്യൂ ടീം എന്ന നിലയ്ക്ക് ഇവരെ എടുക്കുകയും നമ്മൾ ജില്ലാ ഹോസ്പിറ്റലിലും മുന്തിയ ട്രീറ്റ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുത്ത് ഇവരെ നോക്കിയിട്ടും എത്ര കഠിനമായ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് പോലും അവരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റത്തില്ലാത്തൊരു പരുവത്തിലേക്ക് ഈ കാശ് കൊടുത്ത് മേടിച്ച് വളർത്തുന്ന ഓണർമാർ നല്ല രീതിയിൽ പരിചരണം കൊടുക്കേണ്ട സമയത്ത് അത് കൊടുക്കാതെ കുഞ്ഞുങ്ങളെ നടതള്ളുന്ന ഒരു പ്രവണതയാണ് അപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ നന്നായിട്ട് പരിചരണം കിട്ടി, നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടി, നല്ല ഫുഡ് കിട്ടി വളരേണ്ട പ്രായത്തിൽ പോലും ഇതുങ്ങളെ ഉപേക്ഷിച്ച് കളയുന്നു. അപ്പോൾ അത് നമുക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടാകുന്നുണ്ട്. ഈ തൊടുപുഴ മാത്രമല്ല പല സ്ഥലങ്ങളിലും ഇത് തന്നെയാണ് പ്രവണത. ഇപ്പം നമ്മൾ ഒരുപാട് കുഞ്ഞുങ്ങളെയായി ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ 90-90ഓളം കുഞ്ഞുങ്ങളുണ്ട്. അതിൽ പലരും ബ്രീഡ് ഇനങ്ങളാണ്. ഇത്തരത്തിൽ നിരവധി വളർത്തുമൃഗങ്ങളാണ് തെരുവിലേക്ക് എത്തുന്നത്. തെരുവിൽ ഇവയുടെ തലമുറ ഉണ്ടാകാൻ സാധ്യത നിലനിൽക്കുന്നത് സാമൂഹിക സുരക്ഷയ്ക്ക് വെല്ലുവിളിയാകുമെന്ന് ഇടുക്കി ആനിമൽ റെസ്ക്യൂ അംഗങ്ങളായ മഞ്ജുവും കീർത്തിദാസും മുന്നറിയിപ്പ് നൽകുന്നു. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോയി പെറ്റ് ഷോപ്പിൽ പോയി കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നല്ല ഭംഗി തോന്നി നമ്മൾ മേടിച്ചുകൊണ്ട് വരുന്ന ലാബ്രഡോഗ്, ഡാഷ്, പിറ്റ്ബുള്ള് അങ്ങനെയുള്ള ഇനങ്ങളിൽപ്പെട്ട കുഞ്ഞുങ്ങൾ, ജർമ്മൻ ഷിപ്പ്യാർഡ്, അങ്ങനെയുള്ള റോഡ് വീലർ അങ്ങനെയുള്ള ഇനത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് തെരുവിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ തെരുവ് നായകൾ അതിക്രമിച്ച് കൂടുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ തെരുവിൽ ഇതുപോലെയുള്ള വളരെ അപകടകാരികളായ നായ്ക്കളെ ഇറക്കി വിടുകയാണ്. അപ്പോൾ അവരിൽ നിന്ന് തെരുവ് നായ്ക്ക് ക്രോസ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുകയും അവരുടെ ജനിതക ഘടന തന്നെ മാറി അവർ വല്ലാത്ത രീതിയിൽ വയലൻ്റ് ആകുന്ന ഒരു പ്രവണതയും കൂടെ കാണിച്ചു വരുന്നുണ്ട്. അത് ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട്. അവർക്ക് ഇപ്പം പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു കാരണവശാലും സർവൈവ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. കാരണം നമ്മളൊരു കുഞ്ഞിനെ മേടിച്ചുകൊണ്ട് ഒരു ലാബ്രഡോഗ് ഇനത്തിൽപ്പെട്ട ഒരു കുഞ്ഞിനെ മേടിച്ചുകൊണ്ട് ഏറ്റവും പാവപ്പെട്ട നമ്മളോട് ഇപ്പോഴും ഇണങ്ങി നിൽക്കുന്ന കുഞ്ഞുങ്ങളാണ് ഈ ലാബ്രഡോഗ് ഇനത്തിൽപ്പെട്ടത്. അവർക്ക് സ്കിൻ പ്രോബ്ലങ്ങൾ ഒത്തിരി വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം കൂട്ടിൽ നിന്ന് ഇറക്കാതെ ആൾക്കാർ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മുടെ കൂടെ വളർത്തി കുറച്ച് വലുതായിരിക്കുമ്പോൾ കൂട്ടിലേക്ക് മാറ്റി ആ കൂട്ടിൽ തന്നെ നിർത്തി നനച്ച്
അവരുടെ ഈർപ്പം അടിച്ച് ആ കൂട്ടിലെ വേസ്റ്റും കാര്യങ്ങളെല്ലാം ഫംഗസുകൾ പിടിച്ചാണ് ഇവർക്ക് സ്കിൻ പ്രോബ്ലം ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന സ്കിൻ പ്രോബ്ലങ്ങൾ ട്രീറ്റ്മെൻറ്റിന് നല്ല ചിലവാകുന്നത് കൊണ്ട് ആൾക്കാർ ഏറ്റവും എളുപ്പമായ മാർഗം എന്ന രീതിയിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി രാത്രിയുടെ മറവിൽ പല വീടുകളും നിൽക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി നടതള്ളിക്കളയാണ് ചെയ്യുന്നത്. അത് വളരെ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയല്ല, ആ കുഞ്ഞുങ്ങൾക്ക് തൻ്റെ ഓണറെ കാണാതെ, ഇത്ര സ്നേഹം കിട്ടിയ ആൾക്കാരെ കാണാതെ വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ഡിപ്രഷൻ, അവർക്കുണ്ടാകുന്ന ഒരു മാനസിക സമ്മർദ്ദത്തിൻ്റെ പേരിൽ അവർ കണ്ണി കാണുന്നവരെ കടിക്കുകയും ഓണറാണെന്ന് കരുതി ബാക്കിയുള്ളവരുടെ പുറകെ ഓടുകയും ചെയ്യും. അപ്പം നമുക്ക് സ്കൂൾ കുട്ടികളും അല്ലാത്തവരും എല്ലാം പോകുമ്പോൾ നമ്മൾ ചിന്തിക്കാന്ന് വെച്ചാൽ നമ്മളെ കടിക്കാൻ വരുന്നൊരു നായ, അക്രമസക്തനായ നായ. പക്ഷെ അത് ഒരിക്കലും അത് അങ്ങനെയല്ല, അത് നമ്മുടെ ഓണറിനെ അന്വേഷിച്ച് നടക്കണം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ദയവ് ചെയ്ത് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് കൈകൂപ്പി പറയാൻ, ദയവ് ചെയ്ത് ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾ തള്ളാതിരിക്കുക. എന്തെങ്കിലും എത്രയോ ഷെൽട്ടറുകളുണ്ട്, എത്രയോ സംഘടനകളുണ്ട്, നിങ്ങൾ അവരെ വിളിക്കുക, അവരെ ഏൽപ്പിക്കുക. അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ നമ്മുടെ കുട്ടികളെയും പറഞ്ഞ് പഠിപ്പിക്കുക. സഹജീവി സ്നേഹം വളർത്തിയെടുക്കുക. ദയവ് ചെയ്ത് ഇതുപോലൊരു അവസ്ഥ നിങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കുക. നമ്മുടെ ഈ തൊടുപുഴ ഏരിയയിലെങ്കിലും നമുക്കൊരു മാതൃക കാണിക്കാം. നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ള ഞങ്ങൾക്ക് അതാണ്. നമുക്കൊരു മാതൃക തുടങ്ങാം, നമുക്കിവിടെ ഒരു തുടക്കം കുറിക്കാം. ഇനി ഞങ്ങളുടെ വളർത്തുനായകളെ ഒരു കാരണവശാലും തെരുവിലേക്ക് ഇറക്കി വിടില്ല എന്ന് നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. ദയവായി നിങ്ങളത് ഞങ്ങളുടെ കൂടെ നിൽക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നഗരസഭയ്ക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞങ്ങളെക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യിക്കുന്നുണ്ട്. പക്ഷേ അവർ നമ്മളോടൊപ്പം നിൽക്കുന്നത് വളരെ പ്രശ്നത്തിലാണ്. വെച്ച് കഴിഞ്ഞാൽ ഇവർ ഉപേക്ഷിക്കപ്പെടുന്നു എന്നറിയുമ്പോൾ നമ്മളെ വിളിക്കുകയും നമ്മൾ സഹകരിച്ച് അതിനെ എടുത്തുകൊണ്ട് വന്ന് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് ഭേദമാക്കി കഴിയുമ്പോൾ തിരിച്ചു വിടാൻ ഇവർ അനുവദിക്കാത്തൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ വീടുകളിൽ കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടിപ്പോകുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇത് ഏറ്റെടുത്ത് ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ്, അവരുടെ കടമയാണ്. അതവർ ചെയ്യാൻ തയ്യാറാകണമെന്നും. തെരുവിൽ കണ്ടെത്തുന്ന നായ്ക്കളെ പരിചരിക്കുവാനോ ഏറ്റെടുത്ത് വളർത്തുവാനോ സർക്കാർ സംവിധാനങ്ങൾ ഒന്നും തന്നെ നിലവിലില്ല. ഇക്കാരണം കൊണ്ട് തന്നെ നാട്ടുകാർ ആനിമൽ റെസ്ക്യൂ അംഗങ്ങളായ ഇവരെയാണ് വിളിക്കുന്നത്. ഇവരാകട്ടെ തങ്ങളുടെ വീട്ടിൽ തെരുവിൽ നിന്നും രക്ഷപ്പെടുത്തിയ 90ഓളം നായ്ക്കൾക്ക് അഭയം നൽകിയിട്ടുണ്ട്. വളർത്തുമൃഗങ്ങളെ തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്നത് തടയുവാൻ സർക്കാർ തലത്തിൽ നടപടി ഉണ്ടാവണമെന്നത് അനിവാര്യമായി മാറിക്കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വിവിധ രീതിയിൽ അധിക്ഷേപിച്ചെന്ന DCC ജനറൽ സെക്രട്ടറിയും കവളങ്ങാട് പഞ്ചായത്ത് അംഗവുമായ ദളിത് വനിതാ നേതാവിന്റെ പരാതിയിൽ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നെല്ലിമറ്റത്ത് മാർച്ചും ധർണയും നടത്തി. ധർണാ സമരം മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി ഉദ്ഘാടനം ചെയ്തു. നിർമ്മല മോഹനൻ അധ്യക്ഷയായി. സൗമ്യ സനൽ സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പുഷ്പദാസ്, റഷീദ സലീം, സുധാ പത്മജൻ, ജിജി ഷിജു, ഖദീജ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. എന്നുള്ളതാണ് നമുക്ക് പോരാടുന്നതിന് വേണ്ടി അവരുടെ ജാതിമത ചിന്തകളെ സംബന്ധിച്ചോ അവരുടെ രാഷ്ട്രീയ പാരമ്പര്യം നോക്കാതെ ഒറ്റക്കെട്ടായി ഒരു നിഷേധിക്കുന്നുണ്ട്. ഒരു അവസരം ഇന്ന് നമ്മുടെ നാട്ടിലില്ല. അവർക്കെതിരെ കേസെടുത്ത വഴിയിലേക്ക് നമ്മുടെ ഈ പ്രതിഷേധ യോഗത്തിന്റെ അധ്യക്ഷയായിട്ടുള്ളത് ആ പരാതി കാര്യമാണോ അല്ലയോ ഇത് പരിശോധിക്കണ്ടേ? അത് പരിശോധിച്ചു അതിൽ പറയുന്ന ആരൊക്കെയാണ് അവരെ വിളിച്ചു വരുത്തണ്ടേ? കാര്യങ്ങൾ എന്താണ് തിരക്ക്? സംസ്ഥാന ആയുഷ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കരിങ്കുന്നത്ത് സൗജന്യ വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കരിങ്കുന്നം ലയൺസ് ക്ലബ് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തിയ ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് കെ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിനോടൊപ്പം ആയുഷ് മിഷൻ നിർദ്ദേശപ്രകാരമുള്ള പഞ്ചായത്തിലെ വാർഡ് തല ക്ലബ്ബുകളുടെ രൂപീകരണത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും നടത്തി. വയോജനങ്ങളുടെ ശാരീരിക മാനസികാരോഗ്യം ലക്ഷ്യമിട്ട് സംസ്ഥാന ആയുഷ് വകുപ്പിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പുകളും സൗജന്യ രക്തപരിശോധനയും ബോധവൽക്കരണ ക്ലാസുകളും നടത്തിവരികയാണ്. ഇതിന്റെ ഭാഗമായി കരിങ്കുന്നം ഗ്രാമപഞ്ചായത്തിന്റെയും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കരിങ്കുന്നം ലയൺസ് ക്ലബ്ബ് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പ്
കരിങ്കുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് കെ ഉദ്ഘാടനം ചെയ്തു. കരിങ്കുന്നം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും ആദ്യം പ്രിഫറൻസ് കൊടുക്കുന്നത് ആരോഗ്യത്തിനും അങ്ങനെ ശുചിത്വത്തിനുമൊക്കെയാണ്. ശുചിത്വവും ആരോഗ്യവും രണ്ടും രണ്ടല്ല ഒന്നാണ്. ശുചിത്വത്തിലൂടെ കൂടിയാണ് നമ്മുടെ ആരോഗ്യത്തിന് ബലപ്പം കിട്ടുക എന്നുള്ളത് നമുക്കറിയാം. അസുഖങ്ങളെ മാറ്റി നിർത്താൻ ശുചിത്വം അനിവാര്യമാണ്. ഇപ്പോൾ ഇവിടെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ കരിങ്കുന്നം പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഹോസ്പിറ്റലുകളിലെയും പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുകയും അവിടെ വരുന്ന ആളുകൾക്ക് ആവശ്യങ്ങൾ എന്താണെന്ന് ഡോക്ടർമാർ മുഖേന നമ്മൾ അറിയുകയും പരമാവധി നിങ്ങൾക്കറിയാവുന്നതുപോലെ പരിമിതികൾ വെച്ചുകൊണ്ടാണെങ്കിൽ പോലും ഏറ്റവും ആദ്യം നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത് ഇവിടുത്തെ ആരോഗ്യ മേഖലയാണ്. അത് ഇനിയും ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഓരോരുത്തരും ഈ സൂചിപ്പിച്ചതുപോലെ മനസ്സിനെയും ശരീരത്തെയും ആരോഗ്യമായി നിർത്തിക്കൊണ്ട് എത്ര നാൾ ആയുസ് തരുന്നു അത്രയും നാൾ ജീവിക്കുവാൻ. പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾക്കൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മരണങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മളായിട്ട് നമ്മൾ ജീവിക്കുന്ന കാലം വരെ രോഗിയാണെന്നും ആരോഗ്യമില്ലെന്നും ഞാൻ ഒരു പ്രായം ചെന്ന ആളാണെന്നുള്ള വിചാരത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന അത്രയും നാൾ സന്തോഷമായി ജീവിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ക്യാമ്പിനോടൊപ്പം ആയുഷ് മിഷൻ നിർദ്ദേശപ്രകാരമുള്ള പഞ്ചായത്തിലെ വാർഡുതല യോഗ ക്ലബ്ബുകളുടെ രൂപീകരണത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും നടത്തി. കരിങ്കുന്നം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടിൻഡു ജോസ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കരിങ്കുന്നം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ജിൽസൺ വി ജോർജ് സ്വാഗതം ആശംസിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന ജോയൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ആയുഷ് ഗ്രാം സ്പെഷ്യലിസ്റ്റ് ഇടുക്കി മെഡിക്കൽ ഓഫീസർ രഹ്ന സിദ്ധാർത്ഥൻ ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ചു. കരിങ്കുന്നം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബേബിച്ചൻ എബ്രഹാം, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോജി തോമസ്, ഷീബ ജോൺ, ഹരിദാസ് ഗോപാലൻ, ബീന പയസ്, സ്മിത സിറിയക്, എൽസമ സെബാസ്റ്റ്യൻ, സെലിൻ സുനിൽ, അജിമോൻ KS, ബീന കുര്യൻ, സുനിത സനിൽ, നെല്ലാപ്പാറ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റാണി ലക്ഷ്മി തുടങ്ങിയവർ പരിപാടികളിൽ പങ്കെടുത്തു. 150ഓളം പേർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കരിങ്കുന്നം. മുതലക്കോട് ഹോളി ഫാമിലി നഴ്സിംഗ് കോളേജിൽ സ്റ്റുഡൻസ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാനതല വടംവലി മത്സരത്തിൽ വനിതാ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ ഹോളി ഫാമിലി കോളേജ് വിദ്യാർത്ഥിനികൾക്ക് അനുമോദനവും ഓണാഘോഷങ്ങളുടെ ഭാഗമായി മെഗാ തിരുവാതിരയും വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയൻ ജെയിംസ്, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ തെരേസ എന്നിവർ കോളേജിന് വേണ്ടി ട്രോഫി ഏറ്റുവാങ്ങി. സ്റ്റുഡന്റ് നഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ കേരള സ്റ്റേറ്റ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ കളമശ്ശേരിയിൽ വെച്ച് നടന്ന സംസ്ഥാനതല വടംവലി മത്സരത്തിൽ വനിതാ വിഭാഗത്തിൽ 1ാം സ്ഥാനവും 15,000 രൂപ ക്യാഷ് പ്രൈസും നേടിയ ഹോളി ഫാമിലി കോളേജ് ടീമിന് സ്വീകരണവും അനുമോദനവും നൽകി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയൻ ജെയിംസ് ട്രോഫി ഏറ്റുവാങ്ങി. വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ തെരേസ മധുരം നൽകി വിജയികളെ സ്വീകരിച്ചു. തുടർന്ന് ഓണാഘോഷങ്ങളുടെ ഭാഗമായി വിവിധ മത്സരങ്ങളും 300ഓളം വിദ്യാർത്ഥികൾ അണിനിരുന്ന മെഗാ തിരുവാതിരയും സംഘടിപ്പിച്ചു.
നാഗാർജുന റീക്രിയേഷൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം നടത്തി. ചടങ്ങുകൾ നാഗാർജുന എക്സിക്യൂട്ടീവ് ഡയറക്ടർ മൈക്കിൾ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ആഘോഷ പരിപാടികൾക്ക് ശേഷം ഓണസദ്യയും നടന്നു. വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ വളരെ ലളിതമായ ചടങ്ങുകളോടെയാണ് പരിപാടികൾ നടത്തിയത്. നാഗാർജുന റീക്രിയേഷൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. രാവിലെ കമ്പനി അങ്കണത്തിൽ വർണ്ണാഭമായ പൂക്കളം ഒരുക്കി. ചടങ്ങുകളുടെ ഉദ്ഘാടനം നാഗാർജുന എക്സിക്യൂട്ടീവ് ഡയറക്ടർ മൈക്കിൾ ജോസഫ് നിർവഹിച്ചു. സന്തോഷവും സമാധാനവും സമത്വവുമുള്ള ഒരു ലോകത്താണ് ജീവിക്കേണ്ടത്. ഈ മോഡേൺ യുഗത്തിൽ അത് കാണുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ പ്രതീക്ഷയുടെ നമുക്കുണ്ട്. നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ ആ ചിന്താഗതികൾക്ക് മാറി പുതിയ ചിന്താഗതികൾ വരുന്നുണ്ട്. മറ്റുള്ളവരെ ഒപ്പം കൂട്ടണമെന്നും അവരുടെ ഒപ്പം നിൽക്കണമെന്നുള്ള ചിന്തയൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ശാസ്ത്രബോധം വളർന്ന് AI വരെ എത്തി നിൽക്കുന്നു. പക്ഷേ മനസ്സ് നന്നാവാനുള്ളൊരു സോഫ്റ്റ്വെയറും കൂടി കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഈ ഓണത്തിന് അങ്ങനെ ഒരു പുതിയ സന്ദേശമാണ് നമുക്ക് ചെറുപ്പക്കാർക്ക്, നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. പുതിയ തലമുറയാണ് ഇനി മാറ്റിയെടുക്കേണ്ടത്. അവരുടെ ഈ ചെറിയ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ നല്ല ഒരു സ്വഭാവം അത് എങ്ങനെ വളർത്തിയെടുക്കാമെന്നുള്ളതാണ് ഈ ഒരു ജനറേഷൻ എന്നതിൽ നമുക്ക് ചിന്തിക്കാനുള്ളത്. ഈ വർഷം എല്ലാവിധ മംഗളങ്ങളും ഓണത്തിൻ്റെ ഗംഭീരമായിട്ടുള്ള ഓണവും ഇനിയും ഒരുപാട് ഓണം ഉണ്ണാൻ നമുക്ക് പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഇനി അടുത്ത വർഷം ഓണം ഇവിടെ ഉണ്ടാവില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. നമ്മളെക്കാൾ ഒരുപാട് ഓണം ഉണ്ടവരാണ് അവർ. അപ്പോൾ അവരൊക്കെ അധ്വാനിച്ചതിൻ്റെ ഫലമാണ് നമ്മൾ കൊണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി അവർക്ക് എല്ലാവരുടെ ആശംസകളും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണത്തിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. അഡ്മിനിസ്ട്രേഷൻ മാനേജർ കെ പ്രദീപ് കുമാർ, ക്ലബ് ചെയർമാൻ സതീഷ് ബിബി എന്നിവർ ജീവനക്കാർക്ക് ആശംസ നേർന്നു. ക്ലബ്ബ് സെക്രട്ടറി ശ്യാംജിത്ത് S സ്വാഗതവും ക്ലബ്ബ് പ്രസിഡന്റ് MR ഗോപാലകൃഷ്ണൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി. തുടർന്ന് ഓണസദ്യയും നടന്നു. വയനാട് ദുരിത പശ്ചാത്തലത്തിൽ വളരെ ലളിതമായ ചടങ്ങുകളോടെയാണ് പരിപാടികൾ നടത്തിയത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കഴിഞ്ഞ ദിവസം നിര്യാതനായ മുതലക്കോടം പാലാക്കാരൻ ബിജു ചെറിയാന്റെ സംസ്കാരം മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ നടന്നു. വസതിയിലും പള്ളിയിലും നിരവധി ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചു. സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. ബാഗ്നസ് ഹാവ്രോൻ പകരൈഹോൻ മിൻ കുസ്മാസാദതീസാ. അവന്റെ സന്തോഷത്തിൽ അവൻ ആനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യഹാശാവേ പശ്യോൽ ഹന്ദാമാദ്ലാം നാഹിമേ. ശുഹാലാവാഉലവറാവൽ റുഹാദ് കുദുശാ.
ആദ്യം മുതലുള്ളവയെല്ലാം തെളിവായി എന്നുടെ നാഥാ നിൻ തിരുമി. അപ്രതീക്ഷിതമായ പെട്ടെന്നുള്ള മരണം വളരെയേറെ നമ്മെ ദുഃഖിപ്പിക്കുകയും നമ്മുടെ ഓർമ്മയിൽ അത് വീണ്ടും വീണ്ടും നമ്മെ വിഷമിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ബിജുവിൻ്റെ വേർപാട് അങ്ങനെ തന്നെയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഈ മരണം സംഭവിച്ചു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് SP കോളേജിലെ ഒരു പ്രൊഫസറുടെ മകൻ മരിച്ചു. അപ്പോൾ ആ വേർപാടിൽ വളരെയേറെ ദുഃഖിതനായിരുന്ന ആ പിതാവ്, അദ്ദേഹമാണ് എനിക്ക് തന്നെ ഈ ചരമപ്രസംഗം പറയണം എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ എല്ലാവരോടും ഒരു സന്ദേശം പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, എന്നെ ദൈവം വിളിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. ഞാൻ പ്രായാധിക്യത്തിലെത്തി കഴിയുകയായിരുന്നു. പക്ഷെ സംഭവിച്ചത് എൻ്റെ മകനെയാണ് ദൈവം വിളിച്ചത്. ഞാൻ ആശ്വസിക്കുന്നത് എന്നേക്കാളധികമായി, എൻ്റെ ഭാര്യയെക്കാളധികമായി, ഒരുപക്ഷെ മരിച്ചുപോയ മകൻ്റെ മറ്റാരേക്കാളധികമായി ഇവനെ സ്നേഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കുക. തീർച്ചയായും മരണം വഴി വേർപിരിഞ്ഞു പോകുന്ന എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. മരണം സ്നേഹിക്കുന്നവരുടെ വേർപാടാണെങ്കിലും അവർ എപ്പോഴും പ്രാർത്ഥനയിൽ നമ്മോട് കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. മരണത്തിന് പോലും അതിനെ അവസാനിപ്പിക്കാൻ കഴിയില്ല. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. മൃതിയ തന്നെ മൃതിയുടെ കൈപ്പല്ല കഴുകിയ നാഥ നിന്നെ നമിക്കുന്നു. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും, മൃതരുടനെഴുന്നേൽക്കും. അവന്റെ നാമം എന്ന് ധന്യമാകുന്നു. മൃതിയെ മുറപോൽ ഇത് കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. തൊടുപുഴ സബ് ജില്ലാ റിട്ടയർഡ് ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം ഓണാഘോഷം നടത്തി. ഏഴുമുട്ടത്ത് വെച്ച് നടന്ന ഓണാഘോഷം റിട്ടയർഡ് DEO KK രാജൻ ഉദ്ഘാടനം ചെയ്തു. ഫോറം പ്രസിഡന്റ് TU ജോർജ് അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ NA ജെയിംസ് ഡയറക്ടറി പ്രകാശനം നിർവഹിച്ചു. തൊടുപുഴ സബ് ജില്ലാ റിട്ടയർഡ് ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം ഓണാഘോഷം നടത്തി. ഏഴുമുട്ടത്ത് വെച്ച് നടന്ന ഓണാഘോഷം റിട്ടയർഡ് DEO KK രാജൻ ഉദ്ഘാടനം ചെയ്തു. ഓഫീസുമായിട്ട് അല്ലെങ്കിൽ സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് മറ്റു പലരും നമ്മൾ സമയം ഒഴിവാക്കി ആളുകളുമായിട്ടുള്ള ബന്ധം കുറഞ്ഞു പോകുന്ന ഒരു കാലം ആണ് ഇത്. അങ്ങനെയുള്ള അവസരത്തെ നമ്മളെ സംബന്ധിച്ച് പലപ്പോഴും നമുക്കറിയാം, വീടുകളിൽ ഉള്ള ആളുകളുടെ എണ്ണം ചിലപ്പോൾ 1 അല്ലെങ്കിൽ 2, മിക്കവാറും കുട്ടികളൊക്കെ മുതിർന്ന ജോലിയായി പണ്ടത്തേക്കും പോയി കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള കുറച്ച് പ്രായമായ ആളുകൾ മാത്രമായിരിക്കും വീട്ടിലുള്ളത്. 2 പേരോ അല്ലെങ്കിൽ മിക്കവാറും, കാരണം പണ്ടത്തെ കൂട്ടുകുടുംബ സമ്പ്രദായമൊക്കെ മാറിക്കഴിഞ്ഞു. ആ നിലയ്ക്ക് ഒരു ഒറ്റപ്പെടലിൻ്റെ കാലം കൂടിയാണ്
ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു അവസരത്തിൽ നമുക്ക് ഇതുപോലുള്ള ഓണാഘോഷ പരിപാടികൾ അതുപോലെ മറ്റ് എന്തെങ്കിലും സംഘടനാ പ്രവർത്തനങ്ങൾ ഒക്കെ ഉള്ളത് ഈ ആളുകളെയൊക്കെ നമുക്ക് ഒന്നിച്ച് കാണാനുള്ള അവസരം ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഫോറം പ്രസിഡന്റ് ടി.യു. ജോർജ് അധ്യക്ഷത വഹിച്ചു. ട്രഷറർ റോയ് ടി. ജോസ് ആന്റണി സ്വാഗതവും സെക്രട്ടറി ടി. മാത്യു കൃതജ്ഞതയും രേഖപ്പെടുത്തി. റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ N.A. ജെയിംസ് ഡയറക്ടറി പ്രകാശനം നിർവഹിച്ചു. റിട്ടയർഡ് HM ജോഷി മാത്യു, ലീലാമ ജെയിംസ്, ടി.യു. ജോർജ് എന്നിവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. നവാഗതരെ ടി.യു. ഫ്രാൻസിസ് സ്വീകരിച്ചു. വിരമിച്ച പ്രഥമ അധ്യാപകരുടെ നേതൃത്വത്തിൽ തിരുവാതിര, ഓണപ്പാട്ട് എന്നിവയും C.C. രാജൻ, ലീലാമ ജെയിംസ് എന്നിവരുടെ ഗാനാലാപനവും ചടങ്ങിന്റെ ബോഡി കൂട്ടി. ഓണം പൊന്നോണം അത്തമ്പത്തിന് തിരുവോണം, ഓണം ഓണം പൊന്നോണം അത്തമ്പത്തിന് തിരുവോണം. പൂക്കളിറുക്കാൻ പൂക്കളം തീർക്കാൻ കണ്ണാൻ തുമ്പി വന്നൂടെ, എന്നോടൊപ്പം പോന്നൂടെ. ഉച്ചയ്ക്ക് ഓണസദ്യയോടെ പരിപാടികൾ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. ബിജു എൻടെക് പ്ലീംബേഡ്സിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമവും ഓണാഘോഷവും നടത്തി. കവി VK സുധാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ തൊമ്മൻകുത്ത് ജോയി കവിതാ പാരായണം നടത്തി. VG സോമൻ മുഖ്യപ്രഭാഷണം നടത്തി. സതീഷ് കുമാർ ഓണ സന്ദേശം നൽകി. ബിജു എൻടെക് പ്ലംബേഴ്സിന്റെ കുടുംബസംഗമവും ഓണാഘോഷവും തൊടുപുഴ ഉപാസന ഓഡിറ്റോറിയത്തിൽ വിപുലമായ ചടങ്ങുകളോടെ സംഘടിപ്പിച്ചു. അനുശോചന യോഗത്തോടെ ആരംഭിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം കവി VK സുധാകരൻ നിർവഹിച്ചു. ഓണം ആഘോഷിക്കുന്നത് മാവേലിയെ വരവേൽക്കാനാണോ വാമനനെ വരവേൽക്കാനാണോ? അതൊക്കെ ഒത്തിരി മിത്തുകളുടെ പ്രശ്നമാണ്. നമ്മളെ സംബന്ധിച്ച് മാവേലി ആയാലും വേണ്ടില്ല, വാമനായാലും വേണ്ടില്ല. അപ്പം മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്ന് പറഞ്ഞ് ചവിട്ടി താഴ്ത്തുമല്ല, സുതലത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത് എന്ന് പറയുന്നു. ഇതൊക്കെ അതിൻ്റെ പുരാണവും ഇതിഹാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമ്മളെ സംബന്ധിച്ച് എല്ലാവരും കൂടി ഒത്തുചേരുന്ന ഒരു ഉത്സവമാണ്. അത് വാസ്തവത്തിൽ നമ്മൾ സ്വയം ഏറ്റെടുക്കുകയാണ്. എല്ലാം മറന്ന് ഇന്നിപ്പോൾ മനുഷ്യന് അത്രയും ആ ഒരു നന്മ എന്ന് പറയുന്നത് അവശേഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ വിരളമാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിച്ചാൽ ഇപ്പോൾ ബിജുമോൻ എന്നെ വിളിക്കുവാണ് ഒരു പരിപാടി, എനിക്കെന്താ അതിൽ നിന്ന് ലാഭം അല്ലെങ്കിൽ എന്ത് കിട്ടും എന്ന് ചോദിച്ചിട്ടാണ് പലരും ഓരോ കാര്യത്തിലേക്ക് ഏർപ്പെടുന്നത്. അപ്പോൾ ഞാൻ സന്ദർഭീയമായിട്ട് പറഞ്ഞതാണ്, ഇപ്പോൾ ഈ തൊടുപുഴ ഒരു അക്ഷരശ്ലോക സമിതിയുണ്ട്, ഞാൻ അതിൻ്റെ രക്ഷാധികാരിയാണ്. കുട്ടികളെ അക്ഷരശ്ലോകം പഠിപ്പിക്കണം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്താണ് അവർക്ക് മെച്ചം? ഗ്രേസ് മാർക്ക് കിട്ടുമോ? ഇതാണ് ആദ്യത്തെ ചോദ്യം. അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും വരുമാനം കിട്ടാനുള്ള മാർഗമാണ്. ഒന്നിനുമല്ലാതെ എന്ന ഒരു സങ്കല്പം ഇന്നില്ല. കാരണം അത് എന്താ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ രീതിയാണ്. എന്തും വിപണി മൂല്യം ഉണ്ടാകണം, എന്ത് ചെയ്താലും വിപണി മൂല്യം ഉണ്ടാണ്. ഇപ്പം തൊമ്മൻകുത്ത് ജോയി ചടങ്ങിൽ തൊമ്മൻകുത്ത് ജോയി കവിതാ പാരായണം നടത്തി. കാളകമക്കും ചക്കുകളിൽ എള്ളു പിരിഞ്ഞു നിറച്ചൊരു പാത്രം കത്തനടിഞ്ഞിട്ട് എണ്ണ പകർത്തി തൂക്കിയ ചാലുകൾ കൂട്ടിയൊരട്ടും പിന്നാക്കൂ എള്ളേരിപ്പാറ. VG സോമൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. സതീഷ് കുമാർ ഓണ സന്ദേശവും നൽകി. ബിജുമോൻ NS അധ്യക്ഷത വഹിച്ചു. MN അനിൽ, KCWU ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് CBC മാത്യു, MB സുരേഷ്, അനൂപ് കുമാർ N എന്നിവർ ആശംസ നേർന്നു. മണി സ്വാഗതവും PD പ്രദീപ് കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങളോടുകൂടി ഓണാഘോഷം നടത്തി. മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പോൾസ് മാത്യു ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ ചേർന്ന് ഓണപ്പൂക്കളം ഒരുക്കുകയും മെഗാ തിരുവാതിര, ഓണപ്പാട്ട്, ഓണ ഡാൻസ് തുടങ്ങിയ കലാപരിപാടികൾ നടത്തുകയും ചെയ്തു.
സ്കൂളിലെ മുഴുവൻ കുട്ടികളും പങ്കെടുത്ത ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. തുടർന്ന് പായസ വിതരണവും നടത്തി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ ഓണാഘോഷം നിയന്ത്രണങ്ങളോടുകൂടിയാണ് മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചത്. പ്രിൻസിപ്പൽ ഫാദർ പോൾസ് മാത്യു ഓണാരവം 2024 ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ സ്കൂൾ കേരളത്തിന്റെ ഒരു പരിചയമാണ്. ഈ കേരളത്തിലെ യുവജനതയുടെ തുടിപ്പുകളും മനസ്സുകളും സന്തോഷത്താൽ പുറകിലുമാകുന്ന ഓണ ദിവസം അതേ ആവേശത്തോടും ഉത്സാഹത്തോടും സന്തോഷത്തോടും ആഘോഷമായി നമ്മുടെ ഈ സ്കൂളിൽ ഇന്ന് പ്രവർത്തിക്കുകയാണ്. ഈ സ്കൂളിന്റെ സന്തോഷം ഇരട്ടിയാകാനായി നമ്മോടൊപ്പം പങ്കുചേരുവാൻ മാവേലി തമ്പുരാൻ നമ്മുടെ സ്കൂളിലേക്ക് എത്തിയത് നമുക്ക് ഏവർക്കും വലിയൊരു സന്തോഷകരമാണ്. ഇന്നത്തെ ഈ ഒരു ഉത്സവത്തിന് ആഘോഷത്തിലേക്കാൻ ആവേശമേകാൻ നന്മയുടെ ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ട് തന്റെ സമർപ്പണ ഭരണത്തിന്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് ഈ നാട്ടിലേക്ക് എല്ലാവരെയും കാണുവാൻ എത്തിക്കുന്ന പ്രിയ മാവേലിയുടെ നമുക്ക് നൽകുന്ന സന്ദേശം ജീവിതത്തിൽ മറ്റുള്ളവർക്കായി നന്മകൾ ചെയ്ത് മറ്റുള്ളവർക്കായി ജീവിതം വ്യയം ചെയ്ത് ജീവിതം ത്യാഗപൂർവ്വമായി സമർപ്പിക്കുക എന്ന സന്ദേശമാണ്. ആർട്സ് ക്ലബ് സെക്രട്ടറി റാണി മാത്യു സ്വാഗതം ആശംസിച്ചു. സ്റ്റാഫ് പ്രതിനിധി ബിനോയ് ആന്റണി ആശംസ നേർന്നു. കുട്ടികളുടെ ഓണപ്പൂക്കളം നയനാഭിരാമമായ കാഴ്ചയായിരുന്നു. മെഗാ തിരുവാതിര, ഓണപ്പാട്ട്, ഓണ ഡാൻസ് എന്നിവയിൽ 300ഓളം കുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. സ്കൂളിലെ മുഴുവൻ കുട്ടികളും പങ്കെടുത്ത ഫ്ലാഷ് മോബ് എല്ലാവർക്കും കൗതുകകരമായി. പായസ വിതരണത്തോടെ ഓണാഘോഷ ചടങ്ങുകൾ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, മുതലക്കോടം. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നവതി വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് 90 കുടുംബങ്ങൾക്ക് ഓണം കിറ്റ് വീട്ടിലെത്തിച്ച് നൽകുന്നതിന്റെ ഉദ്ഘാടനം സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ മാത്യു എടാട്ട് നിർവഹിച്ചു. പ്രിൻസിപ്പൽ ബിസോയ് ജോർജ്, ഹെഡ്മാസ്റ്റർ സജി മാത്യു, PTA പ്രസിഡന്റ് ജോസൺ ജോൺ, PTA പ്രതിനിധികൾ, അധ്യാപകർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു.
കേന്ദ്രീകരിച്ച് പുകയില വിൽപ്പന നടത്തുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയിൽ വണ്ടിപ്പെരിയാർ സെന്റ് ജോസഫ് സ്കൂളിൽ സമീപത്തെ കോഴിക്കടയിൽ നിന്നും നിരോധിത പുകയില പിടിച്ചെടുത്തു. ഒപ്പം 3 ചാക്കോളം പാൻ മസാലകളും പിടിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട എക്സൈസ് വകുപ്പിന് നേരത്തെ വിവരം നാട്ടുകാർ അറിയിച്ചിരുന്നു. എന്നാൽ എക്സൈസ് വകുപ്പ് നടപടിയെടുക്കാത്തതിനാൽ ആണ് അധികൃതർ പാൻ മസാല വിൽപ്പനയ്ക്കെതിരെ നാട്ടുകാർ പോലീസിനെ സമീപിച്ചത്. ഓണവുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിലും വ്യാപക പരിശോധന നടത്താനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വണ്ടിപ്പെരിയാർ സ്കൂൾ പരിസരങ്ങളിലും മറ്റും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളായ ഹാൻസ്, ഗണേശ, മധു തുടങ്ങിയ പുകയില ഉൽപ്പന്നങ്ങൾ വ്യാപകമായി വിൽപ്പന നടത്തുന്നതായി പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. ഇതിൽ 18 പാക്കറ്റോളം നിരോധിത പുകയില ഉൽപ്പന്നവും നിരോധിതമല്ലാത്ത തമ്പാക്കു പോലുള്ള ഉൽപ്പന്നങ്ങളും പിടിച്ചെടുക്കുകയും ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് എക്സൈസ് വകുപ്പിന്റെ നേരത്തെ വിവരം നാട്ടുകാർ അറിയിച്ചതാണ്. എന്നാൽ എക്സൈസ് വകുപ്പ് നടപടിയെടുക്കാത്തതിനാലാണ് അനധികൃത പാൻ മസാല വിൽപ്പനയ്ക്കെതിരെ നാട്ടുകാർ പോലീസിനെ സമീപിച്ചത്. സംഭവത്തിൽ ഉടൻ തന്നെ പോലീസ് ഇടപെടുകയും പരിശോധനകൾ നടത്തുകയും ചെയ്തു. സെന്റ് ജോസഫ് സ്കൂളിന് സമീപം പ്രവർത്തിച്ചു വരുന്ന കോഴിക്കടയിലെ ജീവനക്കാരൻ അന്യസംസ്ഥാന തൊഴിലാളി അബ്ബാസിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പിടിച്ചെടുത്ത പുകയില ഉൽപ്പന്നങ്ങളും പ്രതിയെയും കോടതിയിൽ ഹാജരാക്കും. ഓണവുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിലും വ്യാപക പരിശോധന നടത്താനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. കേരളീയ കലകൾ കോർത്തിണക്കി കുമാരമംഗലം ദ വില്ലേജ് ഇന്റർനാഷണൽ സ്കൂൾ 3 ദിവസം നീണ്ടുനിന്ന ഓണാഘോഷം സംഘടിപ്പിച്ചു. KG വിഭാഗം മുതൽ +2 തലം വരെ 3 ദിവസം നീണ്ടുനിന്ന ഓണാഘോഷ പരിപാടികളിൽ കേരളീയ കലാരൂപങ്ങളായ തെയ്യം, കളരിപ്പയറ്റ് എന്നിങ്ങനെ നിരവധി കേരളത്തിലെ തനത് കലാരൂപങ്ങൾ അവതരിപ്പിച്ചു. ചടങ്ങിൽ വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരെ അനുസ്മരിച്ച് കുട്ടികളും അധ്യാപകരും സ്വരൂപിച്ച 2 ലക്ഷം രൂപ കൈമാറി. പ്രിൻസിപ്പൽ സെക്കറിയാസ് ജേക്കബ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ RK ദാസ് മുഖ്യാതിഥിയായിരുന്നു. കുമാരമംഗലം ദി വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിൽ അതിവിപുലമായ ഓണാഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. KG വിഭാഗം മുതൽ +2 തലം വരെ 3 ദിവസം നീണ്ടുനിന്ന ഓണാഘോഷ പരിപാടികളിൽ കേരളീയ കലാരൂപങ്ങളായ തെയ്യം, കളരിപ്പയറ്റ്, ഓണപ്പൊട്ടൻ, പുലികളി, വഞ്ചിപ്പാട്ട്, കേരള നടനം, കൊയ്ത്തുപാട്ട്, ഓണപ്പാട്ട്, നാടൻപാട്ട് എന്നിങ്ങനെ കേരളത്തിലെ തനത് കലാരൂപങ്ങൾ അവതരിപ്പിച്ചു. കേരളീയ കലകളെക്കുറിച്ചും ഓണത്തെക്കുറിച്ചും കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകുക എന്നതായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം. മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് പരിപാടി നടന്നത്. മൂന്നാം ദിവസം നടന്ന പൊതുയോഗത്തിൽ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലും അവിടെ ജീവൻ നഷ്ടപ്പെട്ട ആളുകളെയും അനുസ്മരിച്ചു. കുട്ടികളും അധ്യാപകരും വയനാടിനായി സ്വരൂപിച്ച 2 ലക്ഷം രൂപ കൈമാറിയതായി സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു. പ്രിൻസിപ്പൽ സക്കറിയാസ് ജേക്കബ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ
സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ RK ദാസ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. സ്കൂൾ CEO അരവിന്ദ് മലയാറ്റിൽ, വൈസ് പ്രിൻസിപ്പൽ അനിൽ, ജിമ്മി എന്നിവർ ആശംസകൾ നേർന്നു. ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ ഇന്ന് ആരംഭിക്കുകയാണ്. പല വിപുലമായ പരിപാടികളും ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നു. കളമൊഴിയുന്ന നാട്ടുപൂക്കൾ എന്ന കോൺസെപ്റ്റിൽ, ഒരു ആശയത്തിൽ നമ്മുടെ പിള്ളേർക്ക് പരിചയമില്ലാത്ത പല പുഷ്പങ്ങളും ഇവിടെ ഒരു എക്സിബിഷൻ നടത്തുന്നുണ്ട്. അതുകൂടാതെ അടുത്ത 2 ദിവസങ്ങളിലായി നടന്നു പോകുന്ന പല കലാപരിപാടികളും ഉണ്ടാകും. ഓണത്തിൽ നിന്ന് ഇന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഓണപ്പൊട്ടൻ എന്ന കോൺസെപ്റ്റ് എന്ന ആശയം, പിന്നെ കൈകൊട്ടികളിപ്പാട്ട്, പിന്നെ വടംവലി, ഊഞ്ഞാലാട്ടം, അങ്ങനെ പല പല നൂതന കാര്യങ്ങൾ സ്കൂളിൽ നടത്തുകയാണ്. എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസ. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലും വളർത്തുമൃഗങ്ങളെ തെരുവിൽ ഉപേക്ഷിക്കുന്നത് പതിവാകുന്നു. വിദേശ ഇനങ്ങൾ ഉൾപ്പെടെ അസുഖങ്ങൾ ബാധിച്ചതും പ്രായം ചെന്ന് അവശതയിലുള്ളതുമായ നായ്ക്കളെയും പൂച്ചകളെയുമാണ് ഉടമസ്ഥർ തെരുവിൽ തള്ളുന്നത്. വിവിധ രീതിയിൽ അധിക്ഷേപിച്ചെന്ന DCC ജനറൽ സെക്രട്ടറിയും കവളങ്ങാട് പഞ്ചായത്ത് അംഗവുമായ ദളിത് വനിതാ നേതാവിന്റെ പരാതിയിൽ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നെല്ലിമറ്റത്ത് മാർച്ചും ധർണയും നടത്തി. ധർണാ സമരം മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ആയുഷ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കരിങ്കുന്നത്ത് സൗജന്യ വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കരിങ്കുന്നം ലയൺസ് ക്ലബ്ബ് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തിയ ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് KK ഉദ്ഘാടനം ചെയ്തു. നാഗാർജുന റിക്രിയേഷൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം നടത്തി. ചടങ്ങുകൾ നാഗാർജുന എക്സിക്യൂട്ടീവ് ഡയറക്ടർ മൈക്കിൾ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങളോടുകൂടി ഓണാഘോഷം നടത്തി. മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പോൾസ് മാത്യു ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്